2026 ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതായത് സബ്സ്ക്രൈബ് ചെയ്തും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയുടെ മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജനറൽ NS രാജസുബ്രഹ്മണ്യാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയുടെ മൂന്നാമത്തെ സംയുക്ത സൈനിക മേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജനറൽ NS രാജസുബ്രഹ്മണ്യ. അടുത്ത പോയിന്റ്, 2026 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ്? പാരീസ് സെയിന്റ് ജർമ്മൻ ആണ് കേട്ടോ. പാരീസ് സെയിന്റ് ജർമ്മൻ അഥവാ PSG ആണ്. 2026 IPL ക്രിക്കറ്റ് കിരീടം നേടിയ ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് കേട്ടോ. അപ്പൊ 2026 കേട്ടോ, നോട്ട് ചെയ്തോണേ. 2026 IPL കിരീടം നേടിയ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇവർ തന്നെയാണ്, അതായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തന്നെയാണ് 2025 IPL കിരീടം സ്വന്തമാക്കിയത്. അടുത്ത പോയിന്റ് നോക്കാം. 2026 IPL ഫൈനൽ നിയന്ത്രിച്ച അമ്പയർമാരിൽ ഉൾപ്പെട്ട മുൻ കേരള ടീം ക്യാപ്റ്റൻ ആരാണ്? അനന്ത പത്മനാഭനാണ് കേട്ടോ. അതോടൊന്ന് അറിഞ്ഞിരിക്കണം. 2026 IPL ഫൈനൽ നിയന്ത്രിച്ച അമ്പയർമാരിൽ ഉൾപ്പെട്ട മുൻ കേരള ടീം ക്യാപ്റ്റൻ ആരാണ്? അനന്ത പത്മനാഭനാണ്. പരീക്ഷകളിൽ AI അധിഷ്ഠിത ഹാജർ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. പരീക്ഷകളിൽ AI അധിഷ്ഠിത ഹാജർ സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം ഏതാണ്? സാത്വിക് സായിരാജും അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടിയുമാണ്. ഒന്നുകൂടെ പറയാം, സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 അഥവാ 750 ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ ആണ് കേട്ടോ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. പഠിച്ചു വെക്കണം. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി DK ശിവകുമാർ ആണ്. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാണ്. അടുത്ത പോയിന്റ്, ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ നോവൽ ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിക്കണം. ദ ഗാർഡിയൻ പത്രം നോട്ട് ചെയ്തോണേ. ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം അമേരിക്കയാണ് കേട്ടോ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം അമേരിക്ക. 2026 ഫിഫ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളി ആരാണ്? തഹ്സിൻ ജംഷീദ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ, മലയാളി ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിക്കണം. 2026 ഫിഫ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളി തഹ്സിൻ ജംഷീദ് ആണ്. ഖത്തർ ടീമിലാണ് കേട്ടോ. അപ്പൊ മലയാളിയായിട്ടുള്ള തഹ്സിൻ ജംഷീദ് കളിക്കുന്നത് ഏത് ടീമിലാണ്? ഖത്തറിന്റെ ടീമിലാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ശ്വാസകോശ അർബുദത്തിന് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സബ്ടേനിയസ് അഥവാ തൊലിക്കടിയിൽ കുത്തിവെക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി മരുന്ന് ഏതാണ്? ടെസൻട്രിക് SC ആണ് കേട്ടോ. ടെസൻട്രിക് SC ആണ്. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവയെ ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് വിളകളിലൂടെയും ശരിയായ ഭക്ഷണ രീതിയിലൂടെയും രോഗപ്രതിരോധം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ദേശീയ ദൗത്യമാണ് സേഹത് മിഷൻ കേട്ടോ. സേഹത് മിഷൻ. പഠിക്കണം. കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവയെ ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് വിളകളിലൂടെയും അതോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണ രീതിയിലൂടെയും രോഗപ്രതിരോധം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ ദേശീയ ദൗത്യമാണ് സേഹത് മിഷൻ. അടുത്ത പോയിന്റ് നോക്കാം.
കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്ര പരിസരങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി ദേവസ്വം വകുപ്പ് ആവിഷ്കരിച്ച വനവൽക്കരണ പദ്ധതിയാണ് ദേവാരണ്യം പദ്ധതി കേട്ടോ. ദേവാരണ്യം പദ്ധതി. അടുത്തിടെ PM സൂര്യഘർ എക്സലൻസ് അവാർഡുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ PM സൂര്യഘർ എക്സലൻസ് അവാർഡുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഒഡീഷ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുത്ത മലയാളി ആരാണ്? മീനാക്ഷി ജയനാണ് കേട്ടോ. മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിക്കണം. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി മീനാക്ഷി ജയനാണ്. വിക്ടോറിയ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് കേട്ടോ. അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? മീനാക്ഷി ജയൻ. ചിത്രം ഏതാണ്? വിക്ടോറിയ. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കതിര് കേട്ടോ. അപ്പൊ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കതിര് എന്ന് പറഞ്ഞ പദ്ധതി. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 3 അവാർഡുകൾ ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ്. സംവിധാനമാരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ്. നമുക്കറിയാം ബാഫ്ത പുരസ്കാരം കേട്ടോ. ബാഫ്ത പുരസ്കാരത്തിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലീസ് ചിത്രത്തിലെ പുരസ്കാരം ലഭിച്ച ചിത്രം കൂടിയാണ് ബൂങ് എന്ന് പറഞ്ഞ ചിത്രം. അതുകൂടെ ഓർക്കണം ഇതിന്റെ കൂടെ. അപ്പോൾ പഠിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 3 അവാർഡുകൾ ലഭിച്ച മണിപ്പൂരി ചിത്രം ബൂങ് എന്ന് പറഞ്ഞ ചിത്രമാണ്. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവിയാണ്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം ചൂമാറാണ് കേട്ടോ. അപ്പൊ പഠിക്കണം. വൈബ്രന്റ് കേട്ടോ. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം ചുമാറാണ്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ LPG വിതരണക്കാരായി മാറിയ രാജ്യം അമേരിക്കയാണ് കേട്ടോ. അപ്പൊ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികളെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ LPG വിതരണക്കാരായി മാറിയ രാജ്യം അമേരിക്കയാണ്. 2026 ജൂണിൽ നാസ അവസാനിപ്പിച്ച ചൊവ്വ ദൗത്യം ഏതാണ്? മാവൻ എന്ന് പറഞ്ഞ ചൊവ്വ ദൗത്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2026 ജൂണിൽ നാസ അവസാനിപ്പിച്ച ചൊവ്വ ദൗത്യം മാവനാണ് കേട്ടോ. മാവൻ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനികളിലൊന്നായ പൊട്ടറ്റോ പാച്ച് ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ലക്ഷദ്വീപിലെ ദ്വീപാണ് കടമത്ത് ദ്വീപ് കേട്ടോ. കടമത്ത് ദ്വീപ്. പശ്ചിമഘട്ടത്തിലെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്ന് പാലോട് JNTB-GRIയിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഹംബോൾട്ടിയ നായരിയാന കേട്ടോ. ഹംബോൾട്ടിയ നായരിയാന. ഇന്ത്യയിലെ 100ാമത്തെ റംസാർ സൈറ്റ് ഏതാണ്? ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ 100ാമത്തെ റാംസാർ സൈറ്റ് ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. അടുത്തിടെ സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളിയാരാണ്? ശാലീന VG നായരാണ് കേട്ടോ. അപ്പോൾ പഠിക്കണം. അടുത്തിടെ സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി ശാലീന VG നായരാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിലുള്ള ആന്ധ്രാപ്രദേശിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് വിശാഖപട്ടണം. അപ്പൊ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിലുള്ള ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ സെമി കണ്ടക്ടർ പദ്ധതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് വിശാഖപട്ടണം. അടുത്ത പോയിന്റ് നോക്കാം. 2026 ജൂണിൽ ലോക ബാങ്കിലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നീലകണ്ഠ മിശ്രയാണ് കേട്ടോ. ഇപ്പൊ 2026 ജൂണിൽ ലോക ബാങ്കിലെ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? നീലകണ്ഠ മിശ്രയാണ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ R പ്രഗ്യാനന്ദയാണ് കേട്ടോ. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ R പ്രഗ്യാനന്ദ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപാദന അഥവാ GDP വളർച്ച എത്ര ശതമാനമായിട്ടാണ് ഉയർന്നതെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. 7.7% GDP ഉയർന്നത് കേട്ടോ. കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2050 ആണ് കേട്ടോ. കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2050 ആണ്. മികച്ച ഗവേണൻസിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്.
മികച്ച ഇ ഗവേൺസിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ കോടതി ഏതാണ്? ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യൻ സീനിയർ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. വന്യജീവി കുറ്റകൃത്യ നിയന്ത്രണത്തിനായി കേരളം ആരംഭിച്ച ഡിജിറ്റൽ സംവിധാനം ഏതാണ്? ഹാവ്ക് ആണ് കേട്ടോ. ഹാവ്ക് എന്ന് പറഞ്ഞ സംവിധാനമാണ് കേട്ടോ. ഹാവ്ക് എന്ന് പറഞ്ഞ HAWK ആണ് കേട്ടോ. ഹാവ്ക് എന്ന് പറഞ്ഞ ഡിജിറ്റൽ സംവിധാനമാണ്. അടുത്ത പോയിന്റ്, നഗരങ്ങളിലെ ടെറസ് കൃഷിക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി കേട്ടോ. KAU തേജസ്വിനി എന്ന് പറഞ്ഞ പുതിയ പച്ചമുളക് ഇനമാണ്. അടുത്തിടെ നവജാത ശിശുക്കളുടെ ആരോഗ്യവും വളർച്ചയും നിരീക്ഷിക്കുന്നതിനായി ഒരു AI അധിഷ്ഠിത സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ പറയാം, അടുത്തിടെ നവജാത ശിശുക്കളുടെ ആരോഗ്യവും വളർച്ചയും നിരീക്ഷിക്കുന്നതിനായി ഒരു AI അധിഷ്ഠിത സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സാഫ് അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫെഡറേഷൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് സാഫ് എന്ന് പറഞ്ഞത്. സാഫ് വനിതാ ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ സാഫ് വനിതാ ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മിറ ആൻഡ്രീവയാണ് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മിറ ആൻഡ്രീവ. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കന്നി കിരീടം നേടിയ ജർമ്മൻ താരം അലക്സാണ്ടർ സൊരേവുമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മിറ ആൻഡ്രീവയും 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് അലക്സാണ്ടർ സൊരേവുമാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ട് പുതിയൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസത്തിലധികമായി. അപ്പം അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ നോട്ടുകളും അതിനകത്ത് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് എടുത്ത ക്ലാസ്സുകൾ, റീസെന്റ് ആയിട്ട് എടുത്ത ക്ലാസ്സുകളും റീസെന്റ് ആയിട്ട് എടുത്ത നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ അതിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ഈ ജൂൺ മാസം വരെയുള്ള മൊത്തം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ടുകളും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും എല്ലാം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFA പരീക്ഷ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ VFA മാത്രമല്ല അടുത്ത വർഷം നടക്കുന്ന LDC 2027 പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയായിരിക്കും? നമ്മൾ 2025 സെപ്റ്റംബർ മാസമാണ് VFA പരീക്ഷ നടക്കുന്നത്. ആ സെപ്റ്റംബർ വരെയുള്ള 2025 ജനുവരി മുതൽ 2026 സെപ്റ്റംബർ വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് നോട്ടും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനൊരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന പരീക്ഷകളിൽ 10ഉം 20ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ട് വയ്ക്കുന്നത്. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാർ 81 299 339 81 299 339 എന്ന് പറയുന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപയ്ക്ക് കേട്ടോ. 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സ് നോട്ടുകളും ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, മെറ്റീരിയൽസ് ആണ്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. 2026 ജൂൺ 6 അന്തരിച്ച പ്രശസ്തനായ മലയാള നടൻ ആരാണ്? സലീം കുമാറാണ്. 2026 ജൂൺ 6 അന്തരിച്ച പ്രശസ്തനായ മലയാളി നടൻ സലീം കുമാറാണ്. 2010 ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലീം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ മഹാകവി എടശ്ശേരിയുടെ ഓർമ്മകൾ അടങ്ങുന്ന തി ശേഖരം നിലവിൽ വന്നത് എവിടെയാണ്? പൊന്നാനിയിലാണ് കേട്ടോ. പൊന്നാനി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുക സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന 5ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുക സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന 5ാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഏത് സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ മാതൃകയ്ക്കാണ് ബ്രിക്സ് ഫോറത്തിൽ അംഗീകാരം ലഭിച്ചത്? ഉത്തരാഖണ്ഡിനെയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ എന്താണ്? ഏത് സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ മാതൃകയ്ക്കാണ് ബ്രിക്സ് ഫോറത്തിൽ അംഗീകാരം ലഭിച്ചത്? ഉത്തരാഖണ്ഡിനെയാണ് കേട്ടോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറഞ്ഞാൽ 1.9% മാത്രമേ ഉള്ളൂ കേട്ടോ. 1.9%.
2026 ഫോർമുല 1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയതാരാണ്? കിമി ആന്റോണലിയാണ് കേട്ടോ. 2026 ഫോർമുല 1 മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയതാരാണ്? കിമി ആന്റോണലിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് രാജ്യത്തിനെതിരെയാണ്? അഫ്ഗാനിസ്ഥാന് എതിരെയാണ് കേട്ടോ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് രാജ്യത്തിനെതിരെയാണ്? അഫ്ഗാനിസ്ഥാനെതിരെയാണ്. ഇന്ത്യൻ സീനിയർ വനിതാ റഗ്ബി ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം KP ആതിരയാണ് കേട്ടോ. ഇന്ത്യൻ സീനിയർ വനിതാ റഗ്ബി ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം KP ആതിര. 2026 നടന്ന പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2026 നടന്ന പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി E85 അഥവാ E85 ഇന്ധനം വിതരണം ചെയ്ത നഗരം ന്യൂഡൽഹി. നമുക്കറിയാം ന്യൂഡൽഹിയിൽ എപ്പോഴും എയർ പൊല്യൂഷൻ ഒക്കെ വരുമല്ലേ. അപ്പൊ ഇത് എഥനോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്ധനമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി E85 അഥവാ E85 ഇന്ധനം വിതരണം ചെയ്ത നഗരം ന്യൂഡൽഹിയാണ്. ഛത്രപതി ശിവജി മഹാരാജിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച രാജ്യം ഇസ്രായേലാണ്. ഛത്രപതി ശിവജി മഹാരാജാവിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച രാജ്യം ഇസ്രായേൽ. കേരളത്തിലെ ആരോഗ്യ സേവനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്താനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താനും സർക്കാർ ആരംഭിച്ച ജനസമ്പർക്ക പദ്ധതിയാണ് കായ്കൽപ്പം പദ്ധതി കേട്ടോ. പഠിക്കണം. കേരളത്തിലെ ആരോഗ്യ സേവനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്താനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താനും സർക്കാർ ആരംഭിച്ച ജനസമ്പർക്ക പദ്ധതിയാണ് കായ്കൽപ്പം പദ്ധതി. 2026 ജൂണിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പുതിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് സിംഗപ്പണ്ണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. നമുക്കറിയാം തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ വിജയ് അല്ലേ? ജോസഫ് വിജയ് ആണ് പുതിയ മുഖ്യമന്ത്രി. അപ്പൊ നമ്മുടെ വിജയുടെ ഒരു സിനിമയാണ് ബിഗിൽ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ എന്താണ് ഒരു പാട്ടില്ലേ, സിംഗപ്പണ്ണെ എന്ന് വെച്ചേ. അപ്പൊ വിജയ് ഭരിക്കുമ്പോൾ എന്താണ് ആ ടാസ്ക് ഫോഴ്സിന്റെ പേര് എന്തായിരിക്കും? സിംഗപ്പണ്ണെ നിലയിടുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. 2026 ജൂണിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പുതിയ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് സിംഗപ്പണ്ണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. പഠിക്കണം. കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പ്രിയദർശിനി പദ്ധതിയാണ്. കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ആദിവാസി ഭവന നിർമ്മാണത്തിനുള്ള അടൽ ആശ്രയ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഗോവയാണ്. ആദിവാസി ഭവന നിർമ്മാണത്തിനായുള്ള അടൽ ആശ്രയ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഗോവയാണ്. അണ്ടർ 18 ഹോക്കി ഏഷ്യ കപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അണ്ടർ 18 ഹോക്കി ഏഷ്യ കപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയയാണ് സെൽഫ് എന്യൂമറേഷൻ കേട്ടോ. സെൽഫ് എന്യൂമറേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയയാണ് സെൽഫ് എന്യൂമറേഷൻ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമുള്ള നീളം കൂടിയ സിംഗിൾ ട്യൂബ് ടണൽ എവിടെയാണ്? സോജില തടാകത്തിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ സിംഗിൾ ട്യൂബ് ടണൽ വരുന്നത് സോജില തടാകത്തിലാണ്. സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്കായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് ആശ്വാസ് 2026 കേട്ടോ. ആശ്വാസ് 2026. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനം അസമാണ് കേട്ടോ. അസം. അപ്പൊ അസമിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനം അസമാണ്.
ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ അഥവാ മലയാളി ആരാണ്? രജിത് രേവ് ആണ് കേട്ടോ. അപ്പോൾ പഠിക്കണം, ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിന്റെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായ മലയാളി ആരാണ്? രജിത് ദേവ് ആണ് കേട്ടോ. രജിത് ദേവ് ആണ്. അപ്പം ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം എന്ന് പറഞ്ഞാൽ ഡായ് ഡായ് എന്ന് പറഞ്ഞൊരു പാട്ടാണ് കേട്ടോ. അത് പാടിയത് ഷക്കീറ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരിയാണ്. അടുത്ത പോയിന്റ്, കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരി ആരാണ്? സാറാ ജോസഫ് ആണ്. കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരി സാറാ ജോസഫ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? മേപ്പിൾ സായു ക്ലച്ച് ആണ് കേട്ടോ. മേപ്പിൾ സായു ക്ലച്ച്. മേപ്പിൾ പ്രതിനിധാനം ചെയ്യുന്നത് കാനഡയും, സായു മെക്സിക്കോയും, ക്ലച്ച് എന്താണ്? അമേരിക്കയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് മൂന്നുമാണ് ഭാഗ്യചിഹ്നങ്ങളായിട്ട് വരുന്നത്. ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിലെ കുറഞ്ഞ ചെലവിൽ ഹൈസ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്ട് ഗംഗ കേട്ടോ. പ്രോജക്ട് ഗംഗ എന്ന് പറഞ്ഞ പദ്ധതി. 2026 ICC വനിതാ വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ് കേട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് കപ്പ്. പക്ഷെ എന്താണ്, നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ടാണ് ആരും അറിയാതെ പോകുന്നത് കേട്ടോ. അപ്പൊ പഠിക്കണം, 2026 ICC വനിതാ വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ്. ഗൂഗിളിന് പിന്നാലെ ഇന്ത്യയിലെ AI ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ റിലയൻസുമായി കരാർ ഒപ്പിട്ട കമ്പനിയാണ് മെറ്റ കേട്ടോ. മെറ്റ. അപ്പൊ പഠിച്ചു നോക്കണം, ഗൂഗിളിന് പിന്നാലെ ഇന്ത്യയിലെ AI ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ റിലയൻസുമായി കരാർ ഒപ്പിട്ട കമ്പനിയാണ് മെറ്റ കമ്പനി. അടുത്തിടെ QR കോഡ് സ്ട്രീറ്റ് ഫുഡ് ഹൈജീൻ മോണിറ്ററിംഗ് അവതരിപ്പിച്ച നഗരം അഹമ്മദാബാദാണ്. അപ്പൊ അടുത്തിടെ QR കോഡ് സ്ട്രീറ്റ് ഫുഡ് ഹൈജീൻ മോണിറ്ററിംഗ് അവതരിപ്പിച്ച നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ആദ്യമായി മൃതദേഹം കീറിമുറിക്കാതെയുള്ള വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മല്ലികാർജുൻ ഖാർഗെ വീണ്ടും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. കർണാടക. നമുക്കറിയാം, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു കർണാടകയിൽ നിന്ന് കേട്ടോ. അദ്ദേഹമാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലവിലെ അധ്യക്ഷനും. ലോകത്തിലെ ആദ്യ ട്രില്യണയർ ആയ വ്യക്തി ആരാണ്? ഇലോൺ മസ്ക് ആണ് കേട്ടോ. അപ്പൊ ലോകത്തിലെ ആദ്യ ട്രില്യണയർ ആയ വ്യക്തി ഇലോൺ മസ്ക് ആണ്. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആരാണ്? ദിനേശ് ത്രിവേദിയാണ്. ബംഗ്ലാദേശിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി. KG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷയാണ്. KG മുതൽ കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ. കിൻഡർ ഗാർഡൻ PG എന്നാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലേ. അപ്പൊ പഠിക്കണം, KG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം ഒഡീഷയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ പീസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127ാം സ്ഥാനമാണ് കേട്ടോ. 127ാം സ്ഥാനം. രാജ്യത്തെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും എത്രയായി ഉയർത്തണമെന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ശുപാർശ ചെയ്തത്? 824 സീറ്റാക്കണമെന്നാണ്. എന്നോട് പറയാം, രാജ്യത്തെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും എത്രയായി ഉയർത്തണമെന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ശുപാർശ ചെയ്തത്? 824 ആയിട്ട് ഉയർത്തണമെന്നാണ്. 2026 ജൂൺ വരെയുള്ള കണക്ക് അനുസരിച്ച് വോട്ടർ പട്ടിക ഡിജിറ്റലൈസേഷനിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മിസോറാമാണ്. 2026 റഷ്യ ഗ്രാൻഡ് സാൻഡ് മാസ്റ്റർ കപ്പ് നേടിയ വ്യക്തി ആരാണ്? സുദർശൻ പട്നായിക് ആണ് കേട്ടോ. 2026 റഷ്യ ഗ്രാൻഡ് സാൻഡ് മാസ്റ്റർ കപ്പ് നേടിയ വ്യക്തി സുദർശൻ പട്നായിക് ആണ്. അടുത്തിടെ സിംഗിൾ പാരന്റ് ചൈൽഡ് അഡ്മിഷൻ വിഭാഗം ആസൂത്രണം ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തിടെ സിംഗിൾ പേരന്റ് ചൈൽഡ് അഡ്മിഷൻ വിഭാഗം ആസൂത്രണം ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. വനിതാ കർഷക ശാക്തീകരണ ബിൽ 2026 അവതരിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 2026 ജൂണിൽ ഇന്ത്യയുടെ ഏത് ഉൽപ്പന്നത്തിന്റെ ഇറക്കുമതിയാണ് ചൈന നിരസിച്ചത്? ഉണക്കമുളകിന്റെ ഇറക്കുമതിയാണ് ചൈന നിഷേധിച്ചത്. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ തദ്ദേശീയ ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് മിഷൻ സുദർശൻ ചക്ര കേട്ടോ. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ തദ്ദേശീയ ബഹുതല മിസൈൽ പ്രതിരോധ സംവിധാനം മിഷൻ സുദർശൻ ചക്രയാണ്.
അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ സർവേയിൽ 25ഓളം പുരാതന ശിലാലിഖിതങ്ങളും ചരിത്രാതീത കാലത്തെ ചിത്രപ്പണികളും കണ്ടെത്തിയ ടൈഗർ റിസർവാണ് നല്ലമല ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ധീരജ് സേത്താണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ധീരജ് സേത്താണ്. കേരളത്തിൽ പുതുതായി സ്ഥാപിക്കാനൊരുങ്ങുന്ന സെൻട്രൽ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? കുണ്ടറയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് പുതിയ സെൻട്രൽ ജയിൽ നിലവിൽ വരുന്നത്. പൂർണ്ണമായും എഥനോൾ അടങ്ങുന്ന ഇന്ധനം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ ഒപ്പുവെച്ചത് ജൂൺ 12-നാണ്. പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ ഒപ്പുവെച്ചത് ജൂൺ 12-നാണ്. 2026 ജൂണിൽ വിദൂര പ്രദേശങ്ങളിൽ തപാൽ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 2026 ജൂണിൽ വിദൂര പ്രദേശങ്ങളിൽ തപാൽ സേവനങ്ങൾ വേഗത്തിലാക്കാൻ ഡ്രോൺ അധിഷ്ഠിത മെയിൽ ട്രാൻസ്മിഷൻസ് ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 2026 ജൂണിൽ ഇന്ത്യയിൽ സംയോജിത അക്വാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഭോജ്പൂർ, ബീഹാറിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ സംയോജിത അക്വാ പാർക്ക് നിലവിൽ വരുന്നത് ഭോജ്പൂർ, ബീഹാർ. കേരളത്തെ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി എന്താണ്? കേരള വിഷൻ 2031 കേരളത്തെ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയാണ് കേരള വിഷൻ 2031. 22ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. പഠിക്കണേ, 22ാമത് കേട്ടോ. 22ാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. അപൂർവ കയ്യെഴുത്തു പ്രതികൾ, പെയിന്റുകൾ, പുസ്തകങ്ങൾ, ആർക്കിയോളജിക്കൽ രേഖകൾ എന്നിവയുടെ ഡിജിറ്റലൈസേഷനും സംരക്ഷണവും ബന്ധപ്പെട്ട ധാരണാ കരാർ തെലങ്കാന ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചത്? ഇറാനുമായിട്ടാണ്. ഒന്നുകൂടെ പറയാം. അപൂർവ കയ്യെഴുത്തു പ്രതികൾ, പെയിന്റുകൾ, പുസ്തകങ്ങൾ, ആർക്കിയോളജിക്കൽ രേഖകൾ എന്നിവയുടെ ഡിജിറ്റലൈസേഷനും സംരക്ഷണവും ബന്ധപ്പെട്ട ധാരണാ കരാർ തെലങ്കാന ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പുവെച്ചത്? ഇറാനുമായിട്ടാണ് ഒപ്പുവെച്ചത്. വനമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന മലയോര കർഷകരെ പുനരധിവസിക്കുന്നതിനായി വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. അപ്പൊ എന്താണ്? വനമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് കാർഷിക മേഖല ഉപേക്ഷിക്കേണ്ടി വരുന്ന മലയോര കർഷകരെ പുനരധിവസിപ്പിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിയാണ് കേട്ടോ. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. 2026 ജൂൺ 16 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഏത് മരുന്നുകൾ വാങ്ങുന്നതിനാണ് ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കിയത്? സിറപ്പുകൾ അഥവാ കപ്പ് സിറപ്പുകൾ വാങ്ങുന്നതിനാണ് കേട്ടോ. ഇപ്പൊ 2026 ജൂൺ 16 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഏത് മരുന്നുകൾ വാങ്ങുന്നതിനാണ് ഡോക്ടറിന്റെ കുറിപ്പടി നിർബന്ധമാക്കിയത്? സിറപ്പുകൾ അഥവാ കപ്പ് സിറപ്പുകൾ വാങ്ങുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ദയവ് ചെയ്ത്. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്താൽ തന്നെ വളരെ ഉപകാരമായിരിക്കും, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇടുന്ന വീഡിയോസിനൊന്നും അധികം എഫോർട്ട് എടുത്താണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതിനുള്ള ഒരു വ്യൂസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എഫോർട്ടിനുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. അങ്ങനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.